രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ മാത്രമെടുത്താൽ ഒന്ന് ചേലക്കര LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് LDF നിലനിർത്തിയിരിക്കുന്നു. പാലക്കാട് UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് UDF-ഉം നിലനിർത്തിയിരിക്കുന്നു. ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒരു ത്രില്ലറിൽ ഒരു 3000-ഓ 4000-ഓ വോട്ടിന് ജയിക്കും എന്ന് കരുതിയെടുത്ത് 18,840 വോട്ടിന് എന്ന് പറഞ്ഞാൽ വമ്പിച്ച വിജയം UDF സ്വന്തമാക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്, രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ട്. വലിയ അവകാശവാദം UDF-ന് ഉന്നയിക്കുകയും ചെയ്യാം. താങ്കൾ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിന്റെ പ്രത്യാഘാതം കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും? ശ്രീ അഭിലാഷൻ മാധു, ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് നടന്നത് വൈകാരികമായ ഒരു സംഘടനമാണ്. ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയാണ് നടന്നത്. യഥാർത്ഥ ത്രികോണ മത്സരം എന്നതിനെ തന്നെ വേണമെങ്കിൽ അന്തിമ വിശകലനത്തിൽ കൂട്ടാവുന്നതേ ഉള്ളൂ. അവിടെ രാഹുൽ മാക്കൂട്ടത്തിന്റെ വിജയത്തെ എങ്ങനെയാണ് മാൻഡേറ്റിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? അവിടെയാണ് വിഷയം. അത് രാഷ്ട്രീയ കക്ഷികൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പോലല്ല, ഒരു സ്വതന്ത്ര നിരീക്ഷക സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് ഒരു ഇൻറ്റൻറ്റ് ഉണ്ട്, വോട്ടേഴ്സിന് നെഗറ്റീവ് ഇൻറ്റൻറ്റ് ഉള്ള കാര്യങ്ങളുമുണ്ട്. ഇവിടെ നെഗറ്റീവ് ഇൻറ്റൻറ്റ് ആളിക്കെത്തിക്കാൻ വേണ്ടിയുള്ള പ്രചരണ മാർഗങ്ങളാണ് രണ്ട് ഭാഗത്തും ഉണ്ടായത്. BJP-യുടെ ഭാഗത്തു നിന്നും LDF-ന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ആക്രമണമുണ്ടായി, പെട്ടി വിവാദമുണ്ടായി, മറ്റു വിവാദങ്ങളുണ്ടായി. ഈ വിവാദങ്ങളാണ് യഥാർത്ഥത്തിൽ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സംസാരിച്ചത് മുഴുവൻ വിവാദമാണ്. ആ വിവാദമുണ്ടാക്കിയാൽ കോൺഗ്രസിന് പങ്കുണ്ടില്ലെന്നല്ല പറയുന്നത്. അപ്പം മൂന്ന് കക്ഷികളും പ്രധാനപ്പെട്ട മുന്നണികളും വിവാദങ്ങളെ ഇരയാക്കിയാണ് പാലക്കാട് വോട്ട് തേടിയത്. അപ്പൊ ഇവിടെ പാലക്കാട്ടെ ജനം അതിൽ ഒരു എല്ലാവരും പാർട്ടിയാകുന്നു. പക്ഷെ അവിടെയാണ് ത്രികോണ പോരാട്ടം തന്നെ പാലക്കാട്ട് നിന്ന് ഉറപ്പിച്ചെടുത്ത് ഏകപക്ഷീയമായ 2 റൗണ്ടിൽ മാത്രമാണ് BJP-ക്ക് പറയുന്ന ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുന്നത്. ഏകപക്ഷീയമായ വിജയം എങ്ങനെയാണ് കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിയുന്നത്? പാലക്കാടിന്റെ ചരിത്രത്തിലെ തന്നെ വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കിക്കൊണ്ട്. തീർച്ചയായും ശ്രീ മാധു ഏകപക്ഷീയമായ വിജയം കരസ്ഥമാക്കാനുള്ള കാരണമെന്ന് പറയുന്നത് തീർച്ചയായും BJP-യുടെ അടിസ്ഥാന വോട്ടിൽ വന്ന ഒരു കുറവാണ്. ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾക്ക് 37,000 മുതൽ 40,000 വരെ അടിസ്ഥാന വോട്ടുണ്ട്, സമ്മതിക്കുന്നു. ഈ അടിസ്ഥാന വോട്ടിന് ഉപരിയായി വോട്ട് പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയാത്രത്തോളം കാലം ഇലക്ട്രൽ സപ്പോർട്ട് ബേസിനെ ഇലക്ട്രൽ സീറ്റാക്കി മാറ്റിയെടുക്കാൻ BJP-ക്ക് കഴിയില്ല. അത് പാലക്കാട് മാത്രമല്ല, എവിടെയും കഴിയില്ല. പാലക്കാട് കഴിയാത്തത് മറ്റിടങ്ങളിൽ കഴിയുമെന്ന് വിശ്വസിക്കാനാവില്ല. BJP-ക്ക് ജൈവികമായ വളർച്ച ഉണ്ടായ ഒരു സ്ഥലമാണ് പാലക്കാട്. ഇതുവരെയുള്ള കണക്കുകൾ ശ്രീ B. ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞ കണക്കുകൾ അങ്ങനെ തന്നെയാണ്. 29% ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ലഭിച്ച 29% 35% മാറ്റി വലിയ തോതിലാണ് ഒരു വിജയ പ്രതീക്ഷ നൽകിയത് ശ്രീ ശ്രീധരൻ. അവിടെ നിന്നുമാണ് 11,000 വോട്ടോളം കുറഞ്ഞ് ഇപ്പോൾ 39,000 വോട്ടിലേക്ക് പതിക്കുമ്പോൾ അത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. പാലക്കാട് ചേലക്കരയും കൂടെ വന്നുകൊണ്ട് അവസാനേക്കുള്ള പതനം സംഭവിച്ചു എങ്കിൽ പോലും അവിടെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നു, പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഒരു വിജയം ബെൽറ്റിലുള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് കഴിയുമായിരുന്നു എന്നൊരു വിചിന്തനം ഇപ്പോഴുണ്ട്. അത് പക്ഷേ വൈകി എത്തുന്ന ചിന്ത മാത്രമാണ്.